ഹായ് ഗൈസ്, ഏവർക്കും മിഠായിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആർദ്രമായ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് മലമ്പുഴ ഭാഗത്താട്ടോ. പാലക്കാട് മലമ്പുഴ ഡാമിലപ്പോൾ ഉള്ളത്. നല്ല മഴയാണ്, രാവിലെ തന്നെ ഇവിടെ മഴയാണ്. ഇവിടെ പൊതുവെ ഡാമിൽ വെള്ളം കുറവായിട്ടാണ് കാണുന്നത്. മഴ പൊതുവെ പാലക്കാട് ജില്ലയിൽ വളരെ കുറവാണ്. രണ്ട് ദിവസമായിട്ട് പാലക്കാട് നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഏകദേശം രാവിലെ ഒരു 10 മണിയായിട്ടുള്ളൂ. ഞായറാഴ്ച അല്ലേ, ആളുണ്ടാവും. ഇവിടെ ഞാൻ വന്ന സമയത്ത് ആരുമില്ല, 3-4 ആളുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങനെ ചുറ്റി കണ്ടു. അവിടെ ഇപ്പോൾ ഞാൻ ഒരു 20 വർഷം മുന്നേ പോകുമ്പോൾ ഇവിടെ ഇത്രയൊന്നും ഇതില്ല. ഇപ്പോൾ ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളം ചാടുന്നതും പലതരം ചെടികളും പൂക്കളും പല തരത്തിലുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ 20 വർഷം മുന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വന്നപ്പോഴൊന്നും ഡാമിൽ എത്ര ഇതില്ല. അന്നതിന് ചാർജ് 10 രൂപയുള്ളൂ. 10, 8 എത്ര രൂപയുള്ളൂ. ഇപ്പോൾ 30 രൂപയാണ്. ഇവിടെ 30 രൂപയ്ക്കുള്ള മുതലുണ്ട് കേട്ടോ. കാണാൻ ഒരുപാടുണ്ട്. കുട്ടികളൊക്കെ ഇട്ട് വന്ന ഞായറാഴ്ച ദിവസം, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ ചുറ്റി കണ്ടു. ഒരുപാട് ചെടികളൊക്കെ, മോഡൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു വരുമാനം കൂടുന്നതനുസരിച്ചിട്ട് ഗാർഡനിലും കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വീഡിയോ എടുക്കാനൊക്കെ വളരെ എളുപ്പമായി. കാരണം ആരുമില്ലാത്ത കാരണം വീഡിയോ എടുക്കാൻ വളരെ നന്നായി. ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫുള്ള് ചുറ്റി കണ്ടു. ഇത് ഡാമിൻ്റെ താഴത്താണ് കേട്ടോ. കയറി വരുന്ന വഴികളിലപ്പോൾ കാണുന്നതൊക്കെ. ആ കാണുന്നതാണ് ഡാമിൻ്റെ ഷട്ടറൊക്കെയാണ് കാണുന്നത്. അങ്ങനെ നമ്മളെ പോലീസുകാരൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. അദ്ദേഹം എന്തോ കൈകൊണ്ട് കാട്ടുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. അടുത്ത് പോയി ചോദിച്ചാൽ അറിയുള്ളൂ. എന്താ സാറേ ചോദിച്ചത്? സാറെന്തോ പറയുന്നുണ്ടല്ലോ. ഇതാണ് നമ്മളാ പറഞ്ഞ പോലീസുകാരൻ. മൂപ്പരെന്തോ വഴി ക്ലിയറാക്കി കൊടുക്കാൻ നിൽക്കാൻ തോന്നുന്നു. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ പോലീസുകാരൻ. പഴയ കാലത്ത് തന്നെ നല്ല പേരുള്ള ഡാമാണ് മലമ്പുഴ ഡാം. മിക്ക മലയാളികളും പാലക്കാട് മലമ്പുഴ ഡാമിൽ വന്നിട്ടുണ്ടാവും. വരാത്ത മലയാളികൾ വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. ഇതിപ്പോൾ ആരും കാണാത്ത സ്ഥലങ്ങളൊന്നും അല്ല എന്ന് എനിക്കറിയാം. വന്നപ്പോൾ നമ്മളൊരു വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് മാത്രം. $20 മീറ്റർ പൊക്കാണ്. താഴത്തുനിന്ന് അടിയിൽ നിന്ന് പടുത്തുന്നത് 20 മീറ്റർ പൊക്കത്തിലാണ്. പഴയകാലത്ത് നല്ല സെറ്റപ്പുള്ള ഡാമാണ്. താടി ഉയർത്തിയിട്ട് മഴയില്ലാത്ത കാരണം ഷട്ടറുകളൊക്കെ അടച്ചിട്ടിരിക്കുന്നു. ഷട്ടർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് കൂടെ വെള്ളം ചാടും. ഷട്ടറേ തുറന്നു വിട്ട സമയത്ത് കാണാൻ രസമാണ്. ഇപ്പം മഴ ഇല്ലാത്ത കാരണം ഷട്ടർ തുറന്നു വിടുന്നില്ല. ഇതാണ് തൂക്കുപാലം. 500 മീറ്റർ നീളമുള്ള തൂക്കുപാലാണ്. ഇത് പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയ പാലം തോന്നുന്നുണ്ട്. കാരണം ഒന്നും അങ്ങനത്തെ പാലങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. മലയുടെ ഒരു ഭാഗമായി കാണുന്നത്. മലയുടെ ഒരു ഭാഗമായി കാണുന്നത്. അങ്ങനെ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് മഴ പൊതുവെ ഉണ്ടെങ്കിലും ഡാമിൽ പൊതുവെ വെള്ളം കുറവായിട്ടാണ് കാണുന്നത്. മഴ പാലക്കാട് ജില്ലയിൽ കുറവാണ്. ഇവിടുത്തെ ഒരു ശില്പമാണ് കിട്ടുക. ഒരു പഴയ കാലത്ത് യക്ഷിയുടെ ശില്പം എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, കണ്ടപ്പോൾ മനോഹരമായൊരു ശില്പമാണ്. അപ്പോൾ എടുത്തതാണ്.
ஐயா நான் கேட்டேன் வாங்க இதுல வாங்க நேரா வாங்க நம்ம வந்தோம் இல்லையா அந்த மோட்டர்ஸ் മൊത്തം കവർ ചെയ്തെടുത്തു. കാണാൻ രസമുണ്ട്, പഴയ കാലത്തൊരു ശില്പമാണ്. ഇപ്പോൾ ഡാമിൽ വന്ന ഏറെക്കുറെ ആൾക്കൊക്കെ അറിയാം, കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ കണ്ടപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് മാത്രം. മഴ പെയ്യുമ്പോഴാണ് ഇവിടെ ഷട്ടർ തുറന്നു വിടുക. അപ്പോൾ മഴ ഇല്ലാത്ത കാരണം എല്ലാ ഷട്ടറുകളും ലോക്കാണ്. അങ്ങനെ ഡാമിൻ്റെ താഴത്തെത്തി മുകളിലേക്ക് കയറാനുള്ള പരിപാടി കേട്ടോ. പക്ഷേ വളഞ്ഞ് കുറച്ച് നടക്കാനുണ്ട്. ഡാമിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടില്ല, എത്താൻ പോകുന്നുള്ളൂ. ഡാമിൻ്റെ താഴത്തെത്തി ഇനി മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഞാൻ മെയിൻ എൻഡ് കൂടെ അല്ല കയറുന്നത് കേട്ടോ, വേറെ ചെറിയൊരു വഴിയുണ്ട്. കയറിയിട്ട് അങ്ങനെ ചുറ്റിയിട്ട് മുകളിൽ അപ്പുറത്ത് കൂടെ വരച്ചിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്റ്റെപ്പുകൾ കയറി ഡാമിലേക്ക് കയറി പോവാണ്. അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ഡാമിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടാണ്. ഡാമിൽ പൊതുവെ വളരെ വെള്ളം കുറവാട്ടാ. മഴ അങ്ങോട്ട് വളരെ കുറവാണ് പാലക്കാട്. ഈ സമയത്തൊക്കെ സാധാരണ ജൂൺ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ഡാമിൽ വെള്ളമാവേണ്ടതാണ്. വളരെ വെള്ളം കുറവാണ്. ഏകദേശം ഉച്ച സമയമായി, ഡാമിൽ ഇങ്ങനെ അടിച്ച് കയറി തുടങ്ങി. ഇതാണ് ആ തൂക്കുപാലം. തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് 50 പേരിൽ മേലെ കയറി കഴിഞ്ഞാൽ നിങ്ങളെ ജീവന് ഭീഷണിയാണ്, യാതൊരു ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സർക്കാരിൻ്റെ ഒന്നും ഉറപ്പ് കിട്ടില്ല, പോയതിൻ്റെ ജീവൻ പോവുകയും ചെയ്യും. അപ്പം ഷട്ടറിൻ്റെ മുകളിൽ, ഡാമിൻ്റെ മുകളിൽ നിന്നിട്ടപ്പോൾ വീഡിയോ എടുത്തത് ആണിപ്പോൾ ക്ലിയറായിട്ട് കിട്ടിയത്. ആളുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. സമയം ഇങ്ങനെ വൈകുന്നേരമായപ്പോഴേ ആളുകൾ ഫാമിലി എല്ലാം അടിച്ചു കയറുന്നു. ഞായറാഴ്ച അല്ലേ, ഓഫീസ് കുട്ടികൾക്കൊക്കെ ലീവല്ലേ, അവധി ദിവസമായ കാരണേ ഫാമിലി അടിച്ചു കയറുന്നുണ്ട്. വന്ന ടൈമിൽ ആരും ഉണ്ടായില്ല, അപ്പോൾ ആളുകൾ ഇഷ്ടം പോലെ. മിഠായിക്കര വന്ന ദിവസം തന്നെ ഇവിടെ മഴയാണ്. മഴ ഇല്ലെങ്കിലൊക്കെ വീഡിയോസ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷെ അത് മഴയെ കാരണം ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമല്ല.
എൻ്റെ കുട്ടികൾ പാവം കണ്ടിട്ട് പാർക്ക് കണ്ടിട്ട് സന്തോഷപ്പെട്ട് തുള്ളിച്ചാടുന്നു. അങ്ങനെ നേരെ കുട്ടികളുടെ പാർക്കിൽ വന്നു. കുട്ടികളുടെ പാർക്കിൽ വന്നപ്പോൾ മഴയെ കാരണം കുട്ടികൾ കുറവാണ് കളിക്കുന്നത്. ഇവിടെ കേട്ട് കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ട്, എന്നാലും വളരെ കുറവാണ്. മഴയെ കാരണേ കുട്ടികളങ്ങനെ കളിക്കുന്നില്ല. മലമ്പുഴ ഡാമിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ കേട്ടോ. ഏകദേശം പുറത്തേക്ക് വരാനുള്ള സമയമായി. ഗാർഡനിൽ തോണിയിൽ അങ്ങനെ പുറത്തേക്ക് കടന്നു. വന്ന വഴിയിലൂടെ തന്നെ പുറത്തേക്ക് കടന്നു. അപ്പം നല്ല തിരക്കായി തുടങ്ങിയിട്ടോ. ഇപ്പോൾ സ്റ്റാളിൽ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ നല്ല തിരക്കാണ്. വന്ന ടൈമിൽ തിരക്കുറവായിരുന്നു. അപ്പോൾ ഏകദേശം വൈകിട്ട് 3 മണി 4 മണിയായി. ഏകദേശം തിരക്കായി.